കേരളത്തെ ഭയപ്പെടുത്തിയ പെരുമഴയ്ക്ക് നേരിയ ശമനം. കെടുതികൾ അതിരൂക്ഷം. 9 മരണം, 8 പേരെ കാണാനില്ല. 27 വീടുകൾ തകർന്നു. വെള്ളമിറങ്ങിയ പാലായിലും റാന്നിയിലും ശുചീകരണം. സഹായം തേടി MLA-മാർ. എല്ലാവരും ഒന്നിച്ചിറങ്ങണമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊഴികെ ഓറഞ്ച് അലർട്ട്. മഴക്കാലത്ത് സ്ഥിരം അപകട മേഖലയായ തിരുവനന്തപുരം മുതലപ്പുഴയിൽ ഇക്കുറിയും കണ്ണീർ വീണു. ഇന്നലെ മറിഞ്ഞ വെള്ളത്തിലുണ്ടായിരുന്ന ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. ഒപ്പമുണ്ടായിരുന്ന ഷിജിനായ തെരച്ചിൽ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും രംഗത്ത്. കേരള തീരത്തെങ്ങും കടലാക്രമണം. പ്രളയ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പമ്പ 3 മണിക്കൂർ കൊണ്ട് കരകവിഞ്ഞു. പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത മഴയുണ്ടായെന്ന് മന്ത്രി. കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. റോഡുകൾ വെള്ളത്തിൽ. ഉരുൾപൊട്ടിയ കിഴക്കൻ മേഖലകളിൽ വൻ നാശനഷ്ടം. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയർന്നു തന്നെ. ആലപ്പുഴയിൽ പലയിടത്തും വെള്ളക്കെട്ട്. മധ്യകേരളത്തിൽ മഴ കുറഞ്ഞെങ്കിലും ദുരിതം തുടരുന്നു. എറണാകുളം ചെല്ലാനത്തും കണ്ണമാലിയിലും കടൽക്ഷോഭം. വീടുകളിൽ വെള്ളം കയറി. എല്ലാ കൊല്ലം ഇത് തന്നെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലം തന്നെയല്ലേ, എത്ര കൊല്ലമായി പറയണത്. ഞങ്ങൾക്ക് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാറും കൂടി ഇല്ല. ഉപ്പ് കയറി വശകേടായി. ഇപ്പൊ ഒരു കെട്ട് കെട്ടിയിട്ടാണ് ഇന്നലെ വെള്ളം കയറാണ്ട്. ഏറ്റം വരുമ്പോ വെള്ളം ശക്തിയായിട്ട് കയറുന്നുണ്ട്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഇക്കുറി വെള്ളക്കെട്ടില്ല. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് താഴ്ന്നു. ഇടുക്കിയിൽ മഴ തുടരുന്നത് ആശങ്ക. പെരിയാറിലും മുതിരപ്പുഴയാറിലും ശക്തമായ ഒഴുക്ക്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നു. ഒറ്റപ്പാലം, മീറ്റ്ന, മാന്നന്നൂർ, ഷൊർണൂർ തടയണകൾ കവിഞ്ഞു. ജലനിരപ്പ് ഉയർന്നാൽ പട്ടാമ്പിപ്പാലം കവിയും. അട്ടപ്പാടി ഫോറസ്റ്റ് ഓഫീസിലെ ജീപ്പ് മരം വീണ് തകർന്നു. മലപ്പുറം മക്കരപ്പറമ്പിൽ കാർ വെള്ളത്തിലേക്ക് മറിഞ്ഞു. മലപ്പുറത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ തുടരുന്നു. ചാലിയാർ ജലനിരപ്പ് കൂടുതൽ. വടക്കൻ കേരളത്തിലും സ്ഥിതി നിയന്ത്രണ വിധേയം. മഴ കുറഞ്ഞെങ്കിലും കോഴിക്കോട് നഗരത്തിലും വെള്ളക്കെട്ട്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ മഴയുടെ ശക്തിക്ക് കുറവ്. പാൽച്ചുരത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒഴുക്കിൽപ്പെട്ട ഹനീഫയ്ക്കായി തെരച്ചിൽ തുടരുന്നു. പയ്യാവൂർ ഏറ്റുപാറ റോഡിൽ പാലം തകർന്നു. കനത്ത മഴ പെയ്തിട്ടും ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമായില്ല. ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 37.48% മാത്രം. മുല്ലപ്പെരിയാർ 116.70 അടി. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള, കല്ലാർ ഡാമുകൾ തുറന്നു. ഡാമുകളോട് ചേർന്ന് ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് യാത്രാ നിരോധനം തുടരുന്നു. നാളെ മുതൽ മഴ കുറയും. 7-ാം തീയതി വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത. റെഡ് അലർട്ട് വൈകിയതിൽ മറുപടിയുമായി ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ്. മുന്നറിയിപ്പ് നൽകാൻ രാജ്യത്തുള്ളത് കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം. ഏറ്റവും കൃത്യം ഉച്ചയ്ക്ക് 1 മണിയിലെ അലർട്ട്. കർണാടകയിലും കനത്ത മഴ. ശിവമോഗയിൽ മണ്ണിടിഞ്ഞ് കുഞ്ഞടക്കം 3 പേർ മരിച്ചു. ദുരന്തം പുലർച്ചെ 2:30 കുടകിലും മഴ ശക്തി പ്രാപിച്ചു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം തുടരുന്നു. തെറ്റില്ലെന്ന് മന്ത്രിമാർ. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമെന്ന് K മുരളീധരൻ. മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് PC വിഷ്ണുനാഥ്. പരിഹസിച്ച് CPM. ഇന്നലെ പറഞ്ഞതെന്തെന്ന് ഓരോ തവണയും സ്വയം ആലോചിക്കണമെന്ന് P രാജീവ്. തൽക്കാലം യുദ്ധം നിർത്തുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രതികരിക്കാതെ ഇറാൻ. ഹോർമുസ് വിട്ടുതരില്ല എന്ന ഉറച്ച നിലപാട് തുടരുന്നു. പരസ്യമായി അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ച് രഹസ്യമായി ചർച്ചയ്ക്ക് വിളിക്കുന്നുവെന്ന് ഇറാന്റെ മറുപടി.
യുദ്ധം നിർത്തുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം കടുത്ത യുദ്ധം വരുന്നുവെന്ന ഭീഷണി സന്ദേശത്തിന് തൊട്ടുപിന്നാലെ. കാവേരി തർക്കത്തിൽ നിലപാട് തീരുമാനിക്കാൻ കർണാടകത്തിൽ ഉച്ചകഴിഞ്ഞ് സർവകക്ഷി യോഗം. കാവേരി തടത്തിലെ ഹാരംഗി കബനി ഡാമുകൾ നിറഞ്ഞു. സർവകക്ഷി യോഗം വേണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാതെ വിജയ് സർക്കാർ. തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും.